കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. യെശയ്യാവ് 47 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 47 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബാബേൽ പുത്രിയായ കന്യകയെ ഇറങ്ങിപ്പൊടിയിലിരിക്ക, കൽദയ പുത്രി സിംഹാസനം കൂടാതെ നിലത്തിരിക്ക. നിന്നെ ഇനിയും തന്വങ്കി എന്നും സുഖഭോഗിനി എന്നും വിളിക്കയില്ല. തിരികല്ലെടുത്തു മാവ് പൊടിക്ക, നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തമെടുത്തു കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്ക. നിന്റെ നഗ്നത അനാവൃതമാകും, നിന്റെ നാണിടം കാണും. ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം. കൽദയപുത്രി മിണ്ടാതെയിരിക്ക, ഇരുട്ടത്ത് പോക. നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല. ഞാൻ എന്റെ ജനത്തോട് ക്രുദ്ധിച്ചു, എന്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള നുകം വെച്ചിരിക്കുന്നു. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞു. അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല. ഞാൻ വിധവയായിരിക്കേയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ ഇത് കേൾക്ക. പുത്രനഷ്ടം, വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും, നിന്റെ യാഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറപടിയായി ഭവിക്കാതിരിക്കയില്ല. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു, ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക, പക്ഷേ ഫലിക്കും. പക്ഷേ നീ പേടിപ്പിക്കും. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ളത് മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ താളടി പോലെയായി തീയ്ക്ക് ഇരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല. അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയും അല്ല. ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്. നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തൻ താന്താന്റെ ദിക്കിലേക്ക് അലഞ്ഞുപോകും. ആരും നിന്നെ രക്ഷിക്കയില്ല. യെശയ്യാവ് 48 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 48 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേലെന്ന് പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെയല്ലെങ്കിലും ഇസ്രയേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരും ആയ യാക്കോബ് ഗൃഹമേ, ഇത് കേട്ടുകൊള്ളുവീൻ. അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ച് ഇസ്രയേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു. അവ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ അവയെ കേൾപ്പിച്ചു. പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു. അവ സംഭവിച്ചുമിരിക്കുന്നു. നീ കഠിനനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുകൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. എന്റെ വിഗ്രഹം അവയെ ചെയ്തുവെന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചുവെന്നും നീ പറയാതിരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാൻ അത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന ദിവസത്തിനു മുമ്പ് നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്തു. ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു. നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു.
വെള്ളിയെപ്പോലെ അല്ലതാനും. ഞാൻ നിന്നെ കസ്തയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. എന്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നതെങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല. യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രയേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്നു കേട്ടുകൊള്ളുവീൻ. അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി സാധ്യമാകും. നിങ്ങളടുത്തു വന്നു ഇത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യിസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു. നിന്റെ പേർ എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ലായിരുന്നു. ബാബേലിൽ നിന്ന് പുറപ്പെടുവീൻ, ഉല്ലാസഘോഷത്തോടെ കൽദയരെ വിട്ടോടിപ്പോകുവീൻ. ഇത് പ്രസ്താവിച്ച് കേൾപ്പിപ്പീൻ. ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവീൻ. യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവീൻ. അവനവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോടും വിശേഷാൽ പ്രമാണികളോടും വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദനയേൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞുവന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടുമില്ല. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്കു അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്നു മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും. മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടു പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത്? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന്
അറിഞ്ഞിരിക്കൊണ്ടും നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കിയാൽ നാമും പാപികൾ എന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ? ഒരു നാളുമല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്കുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. 83 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 83 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, മിണ്ടാതെ ഇരിക്കരുതേ. ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേർ ഇനി ആരും ഓർക്കരുതേ എന്നു അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇശ്മായേല്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും കൂടെ ഗെബാലും അമ്മോനും അമാലേക്കും ഫെലിസ്ത്യദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ. അവർ എൻദോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിനു വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ്, സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ്, സൽമുന്ന എന്നവരെ പോലെയും ആക്കേണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നു അവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാർന്ന പതിർ പോലെയും ആക്കേണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചുപോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്നു നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും.